ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു കൊടുക്കുക ഫൈക്ക് ഇങ്ങോട്ട് കാത് കുത്താൻ പോവാ ഞങ്ങൾ. പെണ്ണി ഇങ്ങോട്ട് നിൽക്ക്, കാണുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, കാത് എന്തിനാ കുത്തണേ പറഞ്ഞു കൊടുക്കുക എന്താണ്. അതൊന്നല്ല, കാത് ഒരു വട്ടം കുത്തിയതല്ലേ ഒരു വയസ്സിന് മുമ്പ് നമ്മൾ ആദ്യമേ ഒന്ന് കാത് കുത്തിയതായിരുന്നേ. അപ്പോൾ എന്താ പറയുക, അത് അടഞ്ഞുപോയി. കമ്മൽ ഊരിയൊക്കെ വെച്ചിട്ട് അത് അടഞ്ഞുപോയി. അപ്പോൾ പുതിയ കമ്മൽ വാങ്ങിയിട്ടുണ്ട് അല്ലേ. ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ പുതിയ കമ്മൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കാതൊന്നും കൂടെ കുത്തണം. മാനുവലായിട്ടാണ് നമ്മൾ കാത് കുത്താൻ പോണത്. കരയോ? നീറ്റിക്ക് നിന്നെ ശരിക്കും കാണുന്നില്ല. കരയോ? പെണ്ണയ്ക്ക് എന്താ സങ്കടം നമ്മളെ കാത് കുത്തണേന്? നല്ല സന്തോഷമുണ്ടോ? അല്ല, ഇവക്ക് ഞാൻ കരയണേന് നല്ല സന്തോഷമുണ്ട്. അതൊന്നുമില്ല, അവൾക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലേ. അതടയ്ക്ക്, മര്യാദയ്ക്ക് നിൽക്കുക. അപ്പോൾ കരയോന്ന് അറിഞ്ഞൂടാ, നമുക്ക് കാത് കുത്തുന്ന വീഡിയോ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പോവാ, തൃപ്പൂണിത്തറയാണ് പോകുന്നത്. തൃപ്പൂണിത്തറ പോയിട്ട് നമ്മൾ കാതൊക്കെ കുത്തി കരഞ്ഞിട്ട് വരും. അപ്പോൾ കാണാം, നമുക്ക് കാത് കുത്തുന്ന വീഡിയോ കാണാം. ഓക്കെ. അവൾക്ക് വലിയ ടെൻഷനൊന്നും കാണുന്നില്ല, പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു വയസ്സിന് മുമ്പ് തന്നെ കാത് കുത്തിച്ചിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അടഞ്ഞു പോയാൽ പിന്നെ നമുക്കത് എന്തായാലും ഒന്നുകൂടെ കുത്തേണ്ടി വരുമല്ലോ. അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കാത് കുത്തിയേക്കാം. ഇനിയിപ്പോൾ വെക്കേഷൻ ആണല്ലോ കുറച്ച് ദിവസം, അങ്ങനെ കുത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല, കരയോ എന്താണെന്നറിയില്ല. അപ്പോൾ ചെറിയൊരു ടെൻഷനിലൊക്കെയാണ് ഞാൻ. പിന്നെ തൃപ്പൂണിത്തറ പോയിട്ടാണ് നമ്മൾ കാത് കുത്തുന്നത്. എൻ്റെ മൂക്ക് കുത്തിയതൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവിടെ. അധികം വേദന തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പഴുക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ തന്നെ ആയിരിക്കും നല്ലത്. ഇതാണ് ഷോപ്പ്. ഇവിടെ സ്വർണം പണിയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവർ കാത് മൂക്കൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കും. പിന്നെ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഓക്കെ ആണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. പിന്നെ ഈ ഗണ്ണടിക്കുന്നതാവുമ്പോൾ നമ്മൾ ആ കമ്മൽ മാറ്റിയിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ പഴുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഗണ്ണടിച്ച് കഴിഞ്ഞിട്ട്, പിന്നെ ഊരിയെടുക്കാൻ പറ്റാത്ത. അപ്പോൾ അത് വേണ്ട, അത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കമ്മൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ സെറ്റായിക്കോളും. പിന്നെ അത് ഊരേണ്ടി വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാനുവൽ ആക്കിയത് കേട്ടോ. തികച്ചും പഴയ രീതിയിലുള്ളൊരു കാതുകുത്ത് അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതും. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സൗകര്യക്കുറവുണ്ട്. കാരണം ഇതുപോലെ വലിയ വലിയ മെഷീൻസൊക്കെ വെച്ചുകൊണ്ട് കിടയ്ക്ക് അകത്തോട്ട് കയറി നിന്ന് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. എന്നാലും നമുക്ക് ഒപ്പിച്ച് വീഡിയോ എടുക്കാം, അത്രേ ഉള്ളൂ. അത് തന്നെ മതി. ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായത്. വെയിറ്റുള്ള കമ്മലിട്ടുണ്ടായിരുന്നല്ലേ? അല്ലല്ല, കുഞ്ഞു കമ്മലൊക്കെ തന്നെയായിരുന്നു. പഴുത്തപ്പോഴത് ഊരി വെച്ചതായിരുന്നു. ഒരു വയസ്സിന് മുമ്പ് കുത്തിയതാ. അടയാളം മാറ്റണോ? പിന്നെ വൃത്തിയേടായിക്കൂലേ. ഇവിടെ അടയാളം അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ. പിന്നെ കുറേ അവിടെ തന്നെ ഉള്ളിലേക്ക് ഇരിക്കണോ? ഏത്? കമ്മലല്ലേ അത്? അന്ന് ചെറുപ്പത്തിൽ കുത്തിയതല്ലേ. അപ്പൊ ഇവിടെ വരും അല്ലേ. പക്ഷെ ഇപ്പൊ കുത്തിയത് പിന്നെ എപ്പോഴും അറിയും. അല്ല, ആദ്യത്തെ കുത്തിയത് പോവോ? അങ്ങനെയാണെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റി കുത്തട്ടെ.
ചേച്ചിയുടെ കയ്യിൽ പിന്നെ പിടിച്ചോ, ചേച്ചീനെ പിടിച്ചോ. ചിരിച്ച എന്നെ പറ്റിച്ചല്ലേ. ഇടയ്ക്ക് ഇതിന്റെ ത്രെഡും ശ്രദ്ധിക്കുന്നുണ്ടോ, ഫുൾ ടൈറ്റ് അല്ല വരുന്നത്. നോക്കിക്കേ. തൊടണ്ട. എങ്ങണ്ട് ഇഷ്ടായ? വേദന ഉണ്ടാ? ഇതാണ് വേദന ഇല്ലാണ്ട് കാതുകുത്തല് അല്ലേ? തൊടല്ലേ, തൊടണ്ട. അങ്ങനെ കേട്ടെ. കാത് തിരിച്ചിരിക്കുക ചെയ്യാൻ, കരയണം. ഇതന്നെ അത് തട്ടിടല്ലോ ഒന്ന്. ഇല്ല പോയി കഴിഞ്ഞല്ലേ? കൈയെടുത്ത വീണാ? അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഏതായാലും നേരെ ഇരുട്ടി. പിന്നെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് വരുമ്പോൾ ഈവനിങ് ടൈമൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. കുറച്ച് ആൾത്തിരക്കൊക്കെ കൂടുന്ന സ്ഥലവും ഒക്കെയാണ് തൃപ്പൂണിത്തുറ. എന്തോ എനിക്കറിയില്ല, ഭയങ്കര രസമാണ് തൃപ്പൂണിത്തുറ ഈവനിങ് ആകുമ്പോൾ. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കാത് കുത്തിയ വകയിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് ആ ചേട്ടൻ വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ വെളിച്ചെണ്ണ പുരട്ടരുത്, ചൂടുവെള്ളം തൊടരുത്, ഉപ്പും വെളിച്ചെണ്ണ പുരട്ടുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാത് കുത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട, ബെറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് വാങ്ങിയിട്ട് പോകണം, ഇതൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബെറ്റാഡിന് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യരുത്, ഫ്രീ ആയിട്ട് വിട്ടേക്ക് എന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ ഞാനെന്നാൽ പിന്നെ അങ്ങനെ തന്നെ മൂക്ക് കുത്തിയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബെറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് മേടിച്ചുകൊണ്ട് വന്നു, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പണ്ടാണെങ്കിൽ ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബെറ്റാഡിന് ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം 2 നേരം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബഡ്സ് വെച്ചിട്ട് പതുക്കെ വേദന ഇല്ലാണ്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അവൾ വളരെ കൂളാണ്, അവൾക്ക് യാതൊരു റിയാക്ഷനും ഇല്ല, കാത് കുത്തിയതായിട്ടേ ഒരു ഭാവവും ഇല്ല. പിന്നെ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കമ്മലിടാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോസായിട്ട് ഉടനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബാക്ക് ഇതല്ല വേണുണ്ടല്ലേ?